5000 ജലധാരയ്ക്ക് ഇനി എന്തുമാത്രം ജലമോ കോരിയെടുക്കേണ്ടത്? തൃക്കടയൂരപ്പ, അമൃതകടേശ്വര, എന്നിൽ അമൃതം എന്ന ജീവശക്തി പകർന്നു തന്നാലും പാത്രങ്ങളൊക്കെ ജലസമൃദ്ധമാക്കാൻ എന്നെ പ്രാപ്തയാക്കിയാലും എന്നെ പരാജയപ്പെടുത്താതെ ഒപ്പം നിൽക്കണേ ഗംഗാധര. ഭഗവാനെ, കൈ പൊട്ടിപ്പൊളിഞ്ഞല്ലോ. ഒരിറ്റു വെള്ളം പോലെ കോരിയെടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ജഗദീശ്വര. വല്ലാതെ തല ചുറ്റുന്നുണ്ടല്ലോ. മീനാക്ഷിയുടെ വേഷവും രൂപവും ധരിച്ച് ദേവി പാത്രങ്ങളിൽ ജലം കോരി പകർന്നാലും കിണറ്റിൽ നിന്നും ജലം പാത്രങ്ങളിലേക്ക് പകരാനുള്ള ശക്തി നമ്മുടെ ദേഹത്തു നിന്നും പ്രസരിക്കുന്നതായിരിക്കും. ചെല്ലു. शेखरां लोचनत्रय संयुक्तां पूर्णेन्दु सदृशाननाम् अतसी पुष्पवर्णाभां सुप्रतिष्ठां सुलोचनां नवयौवनसम्पन्नां सर्वाभरणभूषितां उग्रचण्डा प्रचण्डा च चण्डोग्रा चण्डनायिका चण्डा चण्डवती चैव चण्डरूपाति चण्डिका.
कृतकेशं च दुर्गया वमद्रुधिरवक्त्रं च देव्या सिंहं प्रदर्शयेत् देव्यास्तु दक्षिणं द्वारं समं सिंहोपरि स्थितं किञ्चिदूर्ध्वं तदा वामम् अङ्गुष्ठं महिषोपरि उग्रचण्डा प्रचण्डा च चण्डोग्रा चण्डनायिका चण्डा चण्डवती चैव चण्डरूपातिचण्डिका മീനാക്ഷി, എന്തു വേണം? അല്ല, 5000 ധാര കഴിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. ഇത്രയധികം വെള്ളം ഒറ്റയ്ക്ക് കോരിയിട്ടും മീനാക്ഷിയിൽ വീർപ്പിന്റെ ഒരു കണികയോ തളർച്ചയുടെ ഒരു ലാഞ്ചനയോ ക്ഷീണത്തിന്റെ തരുമ്പ് ലക്ഷണമോ കാണുന്നില്ല. അതെന്താ അങ്ങനെ? തളർന്ന് തകർന്ന് നിലംപരിശാകുന്ന മീനാക്ഷി കാണാനാണോ അധികാരി അദ്ദേഹവും ഗുണാളനും മുൻകൈയെടുത്ത് ധാരമഹോത്സവം നടത്തിയത്? ഏത് കഠോര വൃത്തിയെ അതിജീവിക്കാൻ കഠിനമായ ഭക്തിയാണ് ശക്തമായ ആയുധമെന്ന് ധരിച്ചാലും എന്റെ പണി തടസ്സപ്പെടുത്താതെ മാറി നിൽക്കുക. മീനാക്ഷി, ജലം കോരിയത് മതി. 5000 ധാര കഴിയാറായിരിക്കണോ? വരൂ. എവിടെയാണ്? എനിക്ക് എന്താണ് സംഭവിച്ചത്? അയ്യോ, ധാരയ്ക്ക് വേണ്ടി വെള്ളം കോരുമായിരുന്നല്ലോ ഞാൻ. എപ്പോഴാണ് തളർന്നു വീണത്, ബോധം മറിഞ്ഞത്? അയ്യോ, വെള്ളം കിട്ടാതെ ധാര നിർത്തിവെച്ചിരിക്കോ? എന്നെ തല്ലി പുറത്താക്കാനുള്ള കലി തുള്ളി നിൽക്കായിരിക്കോ അധികാരി? വള്ളിയമ്മയും കനിമൊഴി എവിടെ? ഞാൻ തളർന്നു വീണു പോയിട്ടും അവരെന്താ ഓടി വരാത്തെ? എന്നെ ഉണർത്താത്ത എന്തേ? തൃക്കടീരപ്പ ഭഗവാനെ, ഇങ്ങനെ പരീക്ഷിക്കാതെ ഈ ഉള്ളവളെ കാത്തുള്ള ഭഗവാനെ. ജലധാര കഴിഞ്ഞു. കഴിഞ്ഞു.
ജലസമൃദ്ധമായ 5000 ധാരയും കഴിഞ്ഞു. മേലധികാരിയുടെ ആജ്ഞയനുസരിച്ച് 5000 ധാരയ്ക്കുള്ള ജലം മീനാക്ഷി എന്ന ഭക്തയെ ഒറ്റയ്ക്ക് കോരിയെടുത്തിരിക്കുന്നു. ഈ മഹാത്ഭുതം തൃക്കടയൂർ ക്ഷേത്രത്തിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മറ്റെങ്ങും നടന്നതായി അടിയൊരു കേട്ടുകഴിവ് പോലുമില്ല. അയ്യായിരം ധാരയ്ക്ക് ജലം പകരാൻ മേലധികാരി കൊടുത്ത ശിക്ഷ 5000 കോടി പുണ്യമായി മീനാക്ഷിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. ശ്രീ പരമേശ്വരൻ ദർശനം നൽകി അനുഗ്രഹിച്ച കുട്ടിയ മീനാക്ഷി. ജഗദംബികയായ പാർവതീദേവിയുടെ അനുഗ്രഹവും അവൾക്ക് എപ്പോഴുമുണ്ട്. അവളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഉമാമഹേശ്വരന്മാർ എപ്പോഴും സഹായിക്കാൻ കൂടെ ഉണ്ടാവുന്ന അതിശ്രേഷ്ഠയായ ഭക്തയാണ് മീനാക്ഷി. അത് തെളിയിക്കാനുള്ള അവസരം കൊടുത്തതിന് മേലധികാരി അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു. ദേ മീനാക്ഷി വരുന്നു. തിരുമേനി, ഇതാ ധാരയ്ക്കുള്ള ജലം. ഇനി എന്തിനാ മീനാക്ഷി ജലം? ധാരയ്ക്കുള്ള ജലമെല്ലാം വന്നു ചേർന്നു. ധാരയും കഴിഞ്ഞു. ധാര കഴിഞ്ഞെന്നോ? ഇനിയും എന്തിനാ ജലം? ധാര കഴിഞ്ഞു. മീനാക്ഷി ഇപ്പോ എല്ലാവരുടെയും ആരാധനാപാത്രമാണ്. നിനക്ക് ശിക്ഷ വിധിച്ച മേലധികാരി അങ്ങുന്ന് ഇപ്പൊ നിന്നെ വളരെ ബഹുമാനിക്കുന്നു. ബഹുമാനം? ഇവൾക്കെന്തോ മായാജാലം വശമുണ്ടെന്ന് ഗുണാളനും വളർമതിയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവളുടെ മായാജാലത്താൽ എല്ലാവരുടെയും കണ്ണിൽ ഒരുതരം മൂടൽ മഞ്ഞ് സൃഷ്ടിച്ചിരിക്കുകയാണ്. 1000 ധാരയുടെ വെള്ളം 5000 ധാരയുടെ വെള്ളമായി തോന്നിപ്പിക്കുക മാത്രമേ ഇവൾ ചെയ്തിട്ടുള്ളൂ. മായാജാലക്കാരിയെ നമുക്ക് ബഹുമാനമാണത്ര. അധികാരി കൊന്നേ, ആദ്യം ദീപം വണങ്ങേണ്ടത് അങ്ങാണല്ലോ. എല്ലാത്തിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്താ, ഇതും മായാജാലം തന്നെയാണെന്നാണോ വളർമതിയുടെയും ഗുണാണന്റെയും പക്ഷം? ഇല്ല മേൽശാന്തി, മീനാക്ഷിയുടെ അകമഴിഞ്ഞ ഭക്തിയാണ് ഈ അത്ഭുതങ്ങൾക്കെല്ലാം കാരണം. മീനാക്ഷിയുടെയും വള്ളിയമ്മയുടെയും ശിവഭക്തി തന്നെയാ. മേലധികാരി ഉങ്ങുന്ന് പുറത്ത് മഴ ചാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ മഴ തിമിർത്ത് പെയ്യുന്നെന്ന് ഞങ്ങൾക്ക് ഒത്താശ പറയേണ്ടി വരും. ഞങ്ങളുടെ നിലനിൽപ്പിന് പ്രശ്നമായിപ്പോയില്ലേ മീനാക്ഷി? തിരുമേനി, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല തിരുമേനി. ധാര ചെയ്തുകൊണ്ടിരുന്നപ്പോഴുള്ള ഭഗവത് ചൈതന്യത്താൽ നമുക്കെല്ലാം മനസ്സിലായി. ഒക്കെ ഭഗവാന്റെ ലീലാവിലാസങ്ങളാ മീനാക്ഷി. ഇതാ വള്ളിയമ്മേ, ചുറ്റമ്പലം കഴുകലും പിന്നെ 5000 ധാരയ്ക്കുള്ള വെള്ളം കോരലും മീനാക്ഷി നന്നേ തളർന്നിട്ടുണ്ടാകും. ഇന്നലെ വന്നിട്ടോ ഇന്ന് നേരം പുലർന്നിട്ടോ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല മീനാക്ഷി. ഒരു വാക്ക് ഉരിയാടാൻ പോലും ശക്തിയില്ലേ അവൾക്ക്? 5000 ധാരയ്ക്ക് വെള്ളം കോരിയ ക്ഷീണമൊന്നും
ശ്രീകോവിലിനടുത്തേക്ക് വന്നപ്പോ ഞാൻ മീനാക്ഷിയിൽ കണ്ടില്ല. ആ ചേച്ചി, വല്ല തളർച്ചയോ ക്ഷീണോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ തുറന്നു പറയണം. ഞാനും പൂങ്കുടിയും കൂടെ പോയി ഒരു വൈദ്യനെ വിളിച്ചോണ്ട് വരാം. ഇവിടെ അടുത്ത് തന്നെ മിടുക്കനായ ഒരു വൈദ്യനുണ്ട്. ഞങ്ങൾ പോയി വിളിച്ചോണ്ട് വരട്ടെ ചേച്ചി? വേണ്ട. ധാരയ്ക്കുള്ള വെള്ളം തികഞ്ഞൂന്ന് തിരുമേനി പറഞ്ഞപ്പോ നീ വിശ്വാസം വരാത്ത മട്ടിൽ അമ്പരന്ന് എല്ലാരെയും നോക്കി. നിനക്കെന്തോ പറയണമെന്നുണ്ടായിരുന്നു. എന്താ മീനാക്ഷി നിനക്ക് സംഭവിച്ചത്? എന്റെ അമ്മേ, 5000 ധാരയ്ക്കുള്ള വെള്ളം പോയിട്ട് 1000 ധാരയ്ക്കുള്ള വെള്ളം പോലും ഞാൻ കോരിയിട്ടില്ല. കുറെ വെള്ളം കോരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു. ഞാൻ ബോധം കെട്ട് വീണുപോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. വെള്ളം കോരുന്ന സ്ഥലത്ത് അധികാരിയും ഗുണാളനും മറ്റു ചിലരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരാരും ബോധം കെട്ട് വീണ മീനാക്ഷിയെ കണ്ടില്ല. 5000 ധാരയ്ക്കും വെള്ളം കോരിയ മീനാക്ഷിയെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? അമ്മേ, ബോധക്കേടിൽ നിന്ന് ഉണർന്ന് വെള്ളം കോരിയില്ലല്ലോന്ന് ഭയന്നാണ് കുറച്ച് വെള്ളവും എടുത്തോണ്ട് ഞാൻ തിരക്കിട്ട് അങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാ തിരുമേനി പറയുന്നത് ധാരയ്ക്കുള്ള വെള്ളം തികഞ്ഞൂന്ന്. ബോധം കെട്ട് വീണ ശേഷം പിന്നെ പാത്രങ്ങളിൽ വെള്ളം നിറച്ചത് ഞാനല്ല. അതാ ഞാൻ അമ്പരന്ന് പോയത്. എന്തോ പറയാൻ ഭാവിച്ചിട്ട് നിർത്തിയതും അതാണ്. എങ്കിലൊരു സംശയവും വേണ്ടമ്മേ, വെള്ളം കോരി നിറച്ചത് ശ്രീ പരമേശ്വരനും ജഗദംബികയും തന്നെയാണ്. പണ്ടൊരു സദ്യ ഒരുക്കുന്നതിന് ചേച്ചിയെ സഹായിക്കാൻ പാർവതി പരമേശ്വരന്മാർ പാചകക്കാരായി വന്ന കഥ ചേച്ചി പറഞ്ഞതായി ഓർക്കുന്നു. അത് തന്നെയാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചേച്ചി ബോധം കെട്ട് വീണത് സത്യമാണ്. ആ സമയത്ത് മീനാക്ഷി ചേച്ചിയുടെ വേഷത്തിലും രൂപത്തിലും വന്ന് വെള്ളം കോരിയത് ശ്രീ പാർവതി തന്നെയാണ്. അപ്പോ അതായിരിക്കും കൂട്ടർക്കും സംശയം തോന്നില്ലല്ലോ. എന്റെ മീനാക്ഷി, നീ പറഞ്ഞതല്ല അമ്മ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് ഒരു സംശയമില്ല. ആപത്ത് ഘട്ടങ്ങളിൽ ശിവപാർവതിമാർ വന്ന് സഹായിക്കുന്ന നിന്നെ പോലുള്ള മഹാഭാഗ്യവതി മറ്റാരാണുള്ളത്? മീനാക്ഷിയുള്ള ഈ കുടില് സാക്ഷാൽ കൈലാസമാണ് വസുമതി. കൈലാസനാഥ, ഭഗവാനെ, ജഗദംബികെ, പാർവതി ദേവി, നന്ദി, 1000 നന്ദി. വളർമതി, നാം വരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് മീനാക്ഷി അറിയാമല്ലോ. അവൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിട്ട് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്ത് പ്രത്യേകത? അവളുടെ സ്വഭാവദൂഷ്യം കൊണ്ട് ഭർത്താവ് തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ അവക്കെന്ത് പ്രത്യേകത? എന്നാൽ പ്രത്യേകതയുണ്ട് വളർമതി. മീനാക്ഷിക്കെന്തോ ദിവ്യശക്തിയുണ്ട്. 5000 ധാരയ്ക്കുള്ള ജലം ഒറ്റയ്ക്ക് കോരിയെടുക്കാൻ നാം അവളെ ഏൽപ്പിച്ചത് അവളുടെ നടുവൊടിക്കാൻ വേണ്ടിയാണ്. 5000 പോയിട്ട് 1000 തൊട്ട് ജലം പോലും അവൾ കോരിയെടുക്കുമെന്ന് നാം തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ 5000 തൊട്ടി വെള്ളവും കോരി ശരീരത്തിന് ക്ഷതവും സംഭവിച്ചതുമില്ല. അത് ദിവ്യശക്തിയല്ലാതെ മറ്റെന്താണ്? വള്ളിയമ്മയെയും കനിമൊഴിയെയും ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ഭൈരവി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. പക്ഷേ മീനാക്ഷി അവർക്ക് കൂട്ടിനുള്ളപ്പോ ആ ലക്ഷ്യം സാധിക്കുമെന്ന് തോന്നുന്നില്ല.
അതുകൊണ്ട് ഭൈരവിയുടെ ദൗത്യം വിട്ടുകളയാമെന്നാണോ അങ്ങുന്നിന്റെ തീരുമാനം? വിട്ടുകളയാനോ? ഭൈരവി നമ്മുടെ അനന്തരവള. അവൾ ഒരു ദൗത്യം വിശ്വസിച്ച് നമ്മെ ഏൽപ്പിച്ചാൽ അത് സാധിച്ചു കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ് വളർമതി. ഇതിലും കട്ടിയായ ഒരു പരീക്ഷണം നാം അവൾക്കായി ഏർപ്പെടുത്തുന്നുണ്ട്. മഹാരാജൻ അവളുടെ ശിരസ് ഛേദിക്കുന്ന അവസ്ഥയുണ്ടാവണം. അതിന് വളർമതിയുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവണം. അത് പ്രത്യേകം പറയണോ അങ്ങുന്നേ? മീനാക്ഷിയെ തറ പറ്റിക്കാൻ എത്രയോ കെണികൾ ഒരുക്കിയവളാണ് ഞാൻ. ഓരോന്നും പരാജയപ്പെടുന്തോറും എനിക്ക് അവളോടുള്ള പകയും വാശിയും വർദ്ധിക്കുകയാണ്. അവളെ തകർക്കാൻ അങ്ങുന്നിനോടൊപ്പം ഞാനും ഉണ്ടാവും. അങ്ങുന്ന് സമാധാനിക്കണം.